ശമ്പളം എന്ന് പറയുന്നത് 51,400 മുതൽ 1,10,300 രൂപ വരെയാണ് ശമ്പളമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രായ പരിധി എന്ന് പറയുന്നത് 20-നും 36 വയസ്സിനും ഇടയിലുള്ളവർ. സയന്റിഫിക് ഓഫീസർ ബയോളജി യോഗ്യതയുടെ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സുപ്രധാനമായിട്ടുള്ള 4 നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം ഓരോ കാര്യങ്ങളും. ആദ്യത്തേത് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി, അതുപോലെ രണ്ടാമതായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സയന്റിഫിക് ഓഫീസർ ബയോളജി, മൂന്നാമതായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ്, ഏറ്റവും അവസാനമായിട്ട് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ്. 4നും വെവ്വേറെ കാറ്റഗറി നമ്പറുകളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, ഒപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും, ഒപ്പം ഏജ് ലിമിറ്റ്, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് സയന്റിഫിക് ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് എൻട്രി ലോഞ്ച് ചെയ്യുവാൻ പോവുകയാണ്. 120 ദിവസത്തെ കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. 120 ദിവസം കൊണ്ട് സിലബസ് സമ്പൂർണ്ണമാക്കുന്ന കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. PDF, അതായത് റെക്കോർഡ് ക്ലാസ്സും ഒപ്പം തന്നെ വീക്കെൻഡ് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന്റെ PDF നോട്ട്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സ്റ്റഡി നോട്ട്സ്, മോക്ക് എക്സാംസ്, നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കിന്റെ മോക്ക് എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ എക്സ്ട്രാ ലൈവ് എക്സാംസുകൾ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ലൈവ് എക്സാംസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. പരീക്ഷ എഴുതുന്ന അതേ ഫീലിംഗോട് കൂടി തന്നെ ലൈവ് എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മുൻകാല ചോദ്യ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള PYQ എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതിനോട് അനുബന്ധിച്ച് ഒരു റിവിഷൻ പാക്ക്, റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടത് റിവിഷനും കൂടി വേണം. അതുകൊണ്ട് തന്നെ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തന്നെ ഒരു മെന്ററും അവിടെ ഉണ്ടാകും. ചോദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ, അതായത് 633/2023 പ്രകാരം കെമിസ്ട്രി, സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ വിജ്ഞാപനത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ കേരള പോലീസ് സർവീസിന്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ശമ്പളം എന്ന് പറയുന്നത് 51,400 മുതൽ 1,10,300 രൂപ വരെയാണ് ശമ്പളമായിട്ട് വരുന്നത്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു എക്സാം കഴിഞ്ഞു പോയത്. ആ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രായ പരിധി എന്ന് പറയുന്നത് 20-നും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് 2/1/1987 ജനിച്ചവർക്കും അതുപോലെ 1/1/2003 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. ഈ 2 തീയതികളിലും ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യോഗ്യതയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടുത്തെ അവശ്യ യോഗ്യത, അതായത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ 50% മാർക്കിൽ കുറയാതെ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, കെമിസ്ട്രിയിൽ 50% മാർക്കിൽ കുറയാതെ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. അതാണ് ഒരു യോഗ്യതയായിട്ട് പറഞ്ഞത്. അത് ഒറ്റൊരു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഞാനും നിങ്ങളും അപേക്ഷിക്കുന്നു, എനിക്ക് 65 മാർക്ക്, നിങ്ങൾക്ക് 65 മാർക്കും കിട്ടുന്നു. ഈ ഒരു സമയം ആ ലിസ്റ്റിൽ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു മുൻഗണനാ യോഗ്യത എന്നൊരു കാര്യം വച്ചിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ളത്
സെയിം മാർക്ക് വരുമ്പോൾ ഈ പറയപ്പെടുന്ന മുൻഗണനാ യോഗ്യത ഉള്ളവർക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഈ മുൻഗണനാ യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രി ലഭിച്ചിട്ടുള്ള എംഫിൽ ബിരുദം മുൻഗണനാ യോഗ്യതയായിട്ട് കൂട്ടും. ഒപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കെമിസ്ട്രിയിൽ നേടിയ 2 വർഷത്തെ റിസർച്ച് അനലിറ്റിക്കൽ പരിചയം ഇതും മുൻഗണനാ യോഗ്യതയായിട്ട് കൂട്ടുന്നതാണ്. ഇത് രണ്ടുമുള്ളത് മുൻഗണനാ യോഗ്യതയാക്കി കൂട്ടുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുൻഗണനാ യോഗ്യതയുടെ ആവശ്യമില്ല. ലിസ്റ്റിൽ കയറിയതിനു ശേഷം നമുക്ക് ജോലിയിലേക്ക് പോകുമ്പോൾ ഒരേ മാർക്ക് വരുമ്പോൾ ഈ മുൻഗണനാ യോഗ്യതയുള്ളവർക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത്. അതായത് അവരെയായിരിക്കും ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി പരിചയം 2 വർഷത്തെ റിസർച്ച് അനലിറ്റിക്കൽ പ്രവൃത്തി പരിചയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രവൃത്തി പരിചയത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളുടെ PSCയുടെ നിങ്ങളുടെ പ്രൊഫൈലിലും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോസ്പെക്ട് അതിന്റെ ഫോർമാറ്റ് അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോം നൽകിയിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ട് അല്ലെങ്കിൽ ഫോർമാറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാണ് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ ബയോളജി ആണ്. കാറ്റഗറി നമ്പർ 634/2023 ആകുന്നു. കേരള പോലീസ് സർവീസിലേക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയന്റിഫിക് ഓഫീസർ ബയോളജി എന്നാണ് ഉദ്യോഗ പേര് വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളെല്ലാം. മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ യോഗ്യതയുടെ കാര്യമല്ല, ഏജ് റിലാക്സേഷൻ, ഏജ് 20-36 വയസ്സാണ്. ശമ്പളം 51,400 മുതൽ 1,10,300 വരെയാണ് ശമ്പളവും ഇവിടെ കടന്നു പോകുന്നത്. ഇനി യോഗ്യതയുടെ കാര്യം, സയന്റിഫിക് ഓഫീസർ ബയോളജി യോഗ്യതയുടെ കാര്യം എന്ന് പറയുന്നത് അവശ്യ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബോട്ടണി അല്ലെങ്കിൽ സുവോളജിയിൽ 50% മാർക്കിൽ കുറയാതെ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദമാണ് അവശ്യ യോഗ്യതയായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ ബയോളജി സയന്റിഫിക് ഓഫീസർ ബയോളജി അപ്ലൈ ചെയ്യാൻ ഇത്ര മാത്രം മതി. ഏതാണ്? PG ഇൻ ബയോളജി. എന്താണ്? സുവോളജി അല്ലെങ്കിൽ ബോട്ടണിയിൽ PG ഉള്ള 50% മാർക്കിൽ കുറയാതെ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻഗണനാ യോഗ്യതയെ കുറിച്ചും PSC ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബോട്ടണി അല്ലെങ്കിൽ സുവോളജി ലഭിച്ചിട്ടുള്ള MPhil ബിരുദമുള്ളതും അതുപോലെ തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബോട്ടണി അല്ലെങ്കിൽ സുവോളജി നേടിയ 2 വർഷത്തെ റിസർച്ച് അനലിറ്റിക്കൽ പരിചയമുള്ളവർക്കും മുൻഗണന ആയിട്ട് കൂട്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഫൈലിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 635/2023 സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതാണ്. ഇവിടെ അപേക്ഷിക്കാൻ കഴിയുന്നത് 2 പേർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ഏതിൽ അപേക്ഷിക്കാൻ കഴിയും? 635/2023 അപേക്ഷിക്കാൻ കഴിയും. സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് ആയിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ 50% മാർക്കിൽ കുറയാതെ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതകൾ മുൻഗണനാ യോഗ്യത, അതായത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫിസിക്സ് കെമിസ്ട്രി ലഭിച്ചിട്ടുള്ള MPhil ബിരുദം ഇവിടെ മുൻഗണനാ യോഗ്യതയായിട്ട് കൂട്ടുന്നതാണ്. ഒരേ മാർക്ക് വരുമ്പോൾ അവിടെ മുൻഗണന നൽകുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ MPhil ബിരുദം ലഭിച്ചിട്ടുള്ളവരെയും പരിഗണിക്കപ്പെടുന്നതാണ്. ഇതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ 636/2023 സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. കേരള പോലീസ് സർവീസിലേക്കാണ്, ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫിസിക്സിന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദ ഫിസിക്സിൽ ഉണ്ടായിരിക്കണം. എത്രയാണ് മാർക്ക്? 50% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇവിടുത്തെ മുൻഗണനാ യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഫിസിക്സ് ലഭിച്ചിട്ടുള്ള MPhil ബിരുദം, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബോട്ടണി അല്ല, അവിടെ ഓർക്കേണ്ടത് ഫിസിക്സിൽ നേടിയ 2 വർഷത്തെ റിസർച്ച് അനലിറ്റിക്കൽ പരിചയമാണ് കേട്ടോ. ഫിസിക്സിൽ നേടിയ 2 വർഷത്തെ റിസർച്ച് അനലിറ്റിക്കൽ പരിചയമാണ് അവിടെ എന്താണ് യോഗ്യതയായിട്ട് ഏത് യോഗ്യതയായിട്ടാണ് കൂട്ടുന്നത്? മുൻഗണനാ യോഗ്യതയായിട്ട് കൂട്ടുന്നത്. അപ്പൊ ഈ 4 തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഇവിടെ PSC ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഏതൊക്കെയാണ്? സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ബിരുദാനന്തര ബിരുദക്കാർക്ക് അപേക്ഷിക്കാം. ബയോളജി ബിരുദാനന്തര ബിരുദത്തിൽ
50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. ഡോക്യുമെന്റ്സ് ഫിസിക്സ് കെമിസ്ട്രിക്കാർക്ക് 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി സയന്റിഫിക് ഓഫീസർ ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതൊരു സുവർണ അവസരമായിട്ട് തന്നെ നിങ്ങൾ കാണുക. കാരണം ബിരുദാനന്തര ബിരുദമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്രൊഫൈലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏറ്റവും നല്ലൊരു ജോലി സാധ്യതയാണ്. പ്രധാനമായിട്ട് നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി എന്ന് പറയുന്ന. അതുപോലെ തന്നെ ആകർഷകമായ സാലറിയുമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഓർക്കുക, സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി. കാരണം ഈ ഒരു സബ്ജക്ട് പഠിച്ചവർ മാത്രം അപേക്ഷിക്കുന്ന ഒരു എക്സാം ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയുന്നതുമാണ്. 120 ദിവസം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ പഴയ സിലബസ്. പുതിയ സിലബസ് പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ ഒക്ടോബർ നവംബർ ഡിസംബർ 2024 ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും എക്സാം വരുന്നത്. അത്യാവശ്യ സമയമുണ്ട്. 120 ദിവസം കൊണ്ട് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ബാക്കി ഒരുപാട് ദിവസം നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാനുള്ള സമയവും നിങ്ങളുടെ മുന്നിലുണ്ട്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ആണ്, നിങ്ങൾക്ക് സമയം പോലെ കാണാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള സ്റ്റഡി നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നെഗറ്റീവ് മാർക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ആ രീതിയിലാണ് എൻട്രിയുടെ ആപ്പിൽ ഈ ഒരു കോഴ്സിന്റെ സവിശേഷതയായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്. 773 604 91 11 എന്ന് പറയുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.